പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനമായി. ഡ്രൈഡേ ആചരണം ശക്തമാക്കാനും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗം നിർദ്ദേശം നൽകി. രോഗികളെ സുഖപ്പെടുത്തി എന്ന ക്രെഡിറ്റാണ് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പകർച്ചവ്യാധി ഭീഷണി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചത്. സമിതിയുടെ ആദ്യ യോഗം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം വേണം. അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ അനിവാര്യമാണ്. സംസ്ഥാനത്ത് വിവിധയിനം പനികളും മറ്റ് പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ജലവിഭവ വകുപ്പ് എന്നിവയുടെ ഏകോപിത പ്രവർത്തനവും ജനങ്ങളുടെ സഹകരണവും അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ പകർച്ചവ്യാധികൾ തടയുമ്പോൾ ആരോഗ്യവകുപ്പ് മാത്രമല്ല, മറ്റ് അനുബന്ധ വകുപ്പുകളും കൂടെ സഹകരിച്ചുകൊണ്ട് വേണം ഇതിനെ നമ്മൾ പ്രതിരോധിക്കാൻ. എപ്പോഴും പകർച്ചവ്യാധിയും മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്ന ആരോഗ്യവകുപ്പാണ്. വൃത്തിഹീനമായ പരിസരം, മലിനമായ കുടിവെള്ളം, സുരക്ഷിതമല്ലാത്ത ഭക്ഷണം എന്നിവയാണ് പല രോഗങ്ങളുടെയും പ്രധാന കാരണങ്ങൾ. ഡെങ്കിപ്പനി, എലിപ്പനി, നിപ്പ തുടങ്ങിയ രോഗങ്ങളും സംസ്ഥാനത്ത് ആശങ്കയുയർത്തുന്ന സാഹചര്യത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചപോലെ നടന്നില്ലാതെ യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു പറന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഏതായാലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം എല്ലാവരും വളരെ വിജയത്തിലായിട്ടുണ്ട്. ഇതിന് പ്രധാനമായും വേണ്ടത് ശുചീകരണ പ്രവർത്തനം. അപ്പം അതിന് ലോക്കൽ ബോഡികളുടെ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണം ഉണ്ടാവണം. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന് മാലിന്യ സംസ്കരണ യൂണിറ്റുകളാണ് ഈ പരിസരം വൃത്തിയാക്കാനുള്ള ഏക മാർഗം. ഡ്രൈഡേ ആചരണം ശക്തമാക്കാനും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനം. പകർച്ചവ്യാധി പ്രതിരോധത്തിന് മുൻകൂട്ടി നടപ്പിലാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ, എന്തുകൊണ്ട് പ്രത്യേക പ്രദേശങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നതാധികാര സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.